JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം LD ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് ക്ലാസ്സുകളാണ്, അത് കണ്ടിന്യൂസ് ക്ലാസ് ആയിട്ടാണ് ഓരോ ക്ലാസ്സും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് LD ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് ക്ലാസ്സിൽ കമ്പ്യൂട്ടറിലെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിൻ്റെ അകത്തെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും നിങ്ങളോട് ഒരു അഭ്യർത്ഥന നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതായത് നമ്മൾ ക്ലാസ് കാണുമ്പോൾ ആദ്യം തൊട്ട് തുടക്കം മുതൽ അവസാനം വരെയുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണണം. കാരണം വെച്ചാൽ തുടക്കത്തിൽ ക്ലാസ് ആദ്യം കണ്ടതിന് ശേഷം ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോകരുത്. ക്ലാസ് ആദ്യം തൊട്ട് അവസാനം വരെ കൃത്യമായിട്ട് കാണുക. കാരണം വെച്ചാൽ അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മിസ്സായി പോയാൽ ആ ക്വസ്റ്റ്യൻ വന്നാൽ പിന്നെ നമുക്കത് ആൻസർ ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും റാങ്ക് ലിസ്റ്റ് ഇനി വരുന്ന LD ടൈപ്പിസ്റ്റിന്റെ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് എത്തിച്ചേരണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം എൻ്റെ ആഗ്രഹത്തോടൊപ്പം തന്നെ നിങ്ങളും കൂടി അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉറച്ചൊരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മൾ എല്ലാവരും കൂടിയുള്ള ഒരുമിച്ചുള്ള പരിശ്രമത്തിന്റെ ഫലമായി മാത്രമേ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടായ ഒരു പ്രവർത്തനം അതിലേക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി സഹകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എന്നോട് സഹകരിച്ച് നല്ല രീതിയിൽ ക്ലാസ്സുകൾ കാണണം. എന്നാൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന നമ്മുടെ JKR അക്കാഡമി വഴിയുള്ള എല്ലാ സ്റ്റുഡൻറ്റുകളും ഇനിയുള്ള LD ടൈപ്സിൻ്റെ എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ നിങ്ങളും ആഗ്രഹിക്കണം. നമ്മൾ ആ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി നമ്മളൊക്കെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് പരിശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡബിൾ ക്ലിക്കിംഗ് എ മൗസ് ഓൺ എ ഫയൽ ഐക്കൺ ഈസ് യൂഷ്വലി യൂസ്ഡ് ടു ഡാഷ്. ഡബിൾ ക്ലിക്കിംഗ് എ മൗസ് ഓൺ എ ഫയൽ ഐക്കൺ ഈസ് യൂഷ്വലി യൂസ്ഡ് ടു ഡാഷ്. എന്താണ് അതിന്റെ അർത്ഥം? ഒരു ഫയൽ ഐക്കണിലെ മൗസിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നത് സാധാരണയായി വേണ്ടിയിട്ട് സാധാരണയായിട്ട് ഡാഷ് ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓപ്പൺ, ഓപ്ഷൻ ബി കോപ്പി, ഓപ്ഷൻ സി ക്ലോസ്, ഓപ്ഷൻ ഡി പേസ്റ്റ്. ഏതാണ്? ഡബിൾ ക്ലിക്കിംഗ് എ മൗസ് ഓൺ എ ഫയൽ ഐക്കൺ ഈസ് യൂഷ്വലി യൂസ്ഡ് ടു ഓപ്ഷൻ എ ഓപ്പൺ, ഓപ്ഷൻ ബി കോപ്പി, ഓപ്ഷൻ സി ക്ലോസ്, ഓപ്ഷൻ ഡി പേസ്റ്റ്. ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ഓപ്പൺ. അടുത്ത ക്വസ്റ്റ്യൻ. ക്ലിക്കിംഗ് എ മൗസ് ഓൺ ആൻ ഒബ്ജക്ട് ഈസ് യൂഷ്വലി യൂസ്ഡ് ടു ഡാഷ്. ക്ലിക്കിംഗ് എ മൗസ് ഓൺ ആൻ ഒബ്ജക്ട് ഈസ് യൂഷ്വലി യൂസ്ഡ് ടു ഡാഷ്. എന്താണ്? ഒരു ഒബ്ജക്റ്റിലെ മൗസിൽ ക്ലിക്ക് ചെയ്യുന്നത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധാരണയായിട്ട് ഡാഷ് ഉപയോഗിക്കുന്നു. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കോപ്പി, ഓപ്ഷൻ ബി മൂവ്, ഓപ്ഷൻ സി പേസ്റ്റ്, ഓപ്ഷൻ ഡി സെലക്ട്. ഏതാണ്? ക്ലിക്കിംഗ് എ മൗസ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഈസ് യൂഷ്വലി യൂസ്ഡ് ടു ഓപ്ഷൻ ഡി ആണ് ആൻസർ, സെലക്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ക്ലിക്കിംഗ് എ മൗസ് ഓൺ എ മെനു ഈസ് യൂഷ്വലി യൂസ്ഡ് ടു ഡാഷ്. ക്ലിക്കിംഗ് എ മൗസ് ഓൺ എ മെനു ഈസ് യൂഷ്വലി യൂസ്ഡ് ടു ഡാഷ്. അതെന്താണ്? ഒരു മെനുവിലെ മൗസിൽ ക്ലിക്ക് ചെയ്യുന്ന സാധാരണയായിട്ട് ഡാഷ് ഉപയോഗിക്കുന്നു. ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓപ്പൺ, ഓപ്ഷൻ ബി കോപ്പി, ഓപ്ഷൻ സി മൂവ്, ഓപ്ഷൻ ഡി പേസ്റ്റ്. ഏതാണ് ആൻസർ? ക്ലിക്കിംഗ് എ മൗസ് ഓൺ എ മെനു ഈസ് യൂഷ്വലി യൂസ്ഡ് ടു ഓപ്ഷൻ എ ആണ് ആൻസർ, ഓപ്പൺ. അടുത്ത ക്വസ്റ്റ്യൻ. When the password is typed in a long in window, it appears as dash. When the password is typed in a log in window, it appears as dash. അതായത് ലോഗിൻ വിൻഡോയില് പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അത് ഡാഷ് ആയി ദൃശ്യമാകും. എന്തായിട്ടാണ് ദൃശ്യമാകുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്ക്വയേഴ്സ്, ഓപ്ഷൻ ബി ഹാഷ്, ഓപ്ഷൻ സി ഷെയ്ഡഡ് സർക്കിൾസ്, ഓപ്ഷൻ ഡി ഷെയ്ഡഡ് സ്ക്വയേഴ്സ്. എന്തായിട്ടാണ് ദൃശ്യമാകുന്നത്? when the password is typed in a log in window, it appears as
എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഷെയ്ഡഡ് സർക്കിൾസ്. ഷെയ്ഡഡ് സർക്കിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ വിൽ യു അവോയ്ഡ് ദ unauthorized user trying to access the system? How will you avoid the unauthorized user trying to access the system? എന്താണ് അത്? ആ ചോദ്യത്തിന് അർത്ഥം എന്താണ്? അനധികൃത ഉപയോക്താവ് സിസ്റ്റം ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്ങനെ ഒഴിവാക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലോഗൌട്ട്, ഓപ്ഷൻ ബി ക്ലോസ് ദ ഫയൽ, ഓപ്ഷൻ സി ക്ലോസ് ദ വിൻഡോ, ഓപ്ഷൻ ഡി ക്ലോസ് ദ ആപ്ലിക്കേഷൻ. ഏതാണ്? ഹൗ വിൽ യു അവോയ്ഡ് ദ അൺഓതറൈസ്ഡ് യൂസർ ട്രൈയിങ് ടു ആക്സസ് ദ സിസ്റ്റം? ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ലോഗൌട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓപ്ഷൻ helps you to arrange the multiple windows with a visible title bar? Which option helps you to arrange the multiple windows with a visible title bar? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? അതായത് വിസിബിൾ ടൈറ്റിൽ ബാർ ഉപയോഗിച്ച് ഒന്നിലധികം വിൻഡോകൾ ക്രമീകരിക്കാൻ ഏത് ഓപ്ഷൻ നിങ്ങളെ സഹായിക്കുന്നു? ഓപ്ഷൻ എ അൺഡു, ഓപ്ഷൻ എ അൺഡു കാസ്കേഡ്, ഓപ്ഷൻ ബി കാസ്കേഡ് വിൻഡോസ്, ഓപ്ഷൻ സി ടൈറ്റിൽ വിൻഡോസ് വെർട്ടിക്കലി, ഓപ്ഷൻ സി ടൈൽ വിൻഡോസ് വെർട്ടിക്കലി, ഓപ്ഷൻ ഡി ടൈൽ വിൻഡോസ് ഹൊറിസോണ്ടലി. ഏതാണ്? വിച്ച് ഓപ്ഷൻ ഹെൽപ്സ് യു ടു അറേഞ്ച് ദ മൾട്ടിപ്പിൾ വിൻഡോസ് വിത്ത് വിസിബിൾ ടൈറ്റിൽ ബാർ? ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. കാസ്കേഡ് വിൻഡോസ്. കാസ്കേഡ് വിൻഡോസ്. അടുത്ത ക്വസ്റ്റ്യൻ. Name the process of copying the important files in external storage device. Name the process of copying the important files in external storage device. അതായത് എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസ്, അതായത് ബാഹ്യ സംഭരണ ഉപകരണത്തിലെ പ്രധാനപ്പെട്ട ഫയലുകളെ പകർത്തുന്ന പ്രക്രിയയ്ക്ക് ഉള്ള പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കോപ്പി, ഓപ്ഷൻ ബി ബാക്കപ്പ്, ഓപ്ഷൻ സി റീസ്റ്റോർ, ഓപ്ഷൻ ഡി ഡ്യൂപ്ലിക്കേറ്റ്. ഏതാണ്? നൈം ദ പ്രോസസ് ഓഫ് കോപ്പിയിങ് ദ ഇമ്പോർട്ടന്റ് ഫയൽസ് ഇൻ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ബാക്കപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. In Windows, what will appear after booting? In Windows, what will appear after booting? Options നോക്കാം. Option A desktop, option B wallpaper, option C screensaver, ഓപ്ഷൻ ഡി പ്രോഗ്രാം മെനു. ഏതാണ്? ഇൻ വിൻഡോസ് വാട്ട് വിൽ അപ്പിയർ ആഫ്റ്റർ ബൂട്ടിങ്? ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഡെസ്ക്ടോപ്പ്. തെറ്റിക്കതോട്ടെ, വളരെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇത് സാധാരണ രീതിയിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിൻഡോസ് വാട്ട് വിൽ അപ്പിയർ ആഫ്റ്റർ ബൂട്ടിങ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഡെസ്ക്ടോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. ബൈ ഡിഫോൾട്ട് ഇൻ വിച്ച് കോർണർ ഷോസ് ദ സിസ്റ്റം time appears in the taskbar? By default, in which corner shows the system time appears in the taskbar? അതായത് ബൈ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ സ്ഥിരസ്ഥിതിയായി എന്നാണ് അതിനർത്ഥം. സ്ഥിരസ്ഥിതിയായിട്ട് ടാസ്ക് ബാറിൽ സിസ്റ്റം സമയം ദൃശ്യമാകുന്നത് ഏത് കോണിൽ കാണിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എ റൈറ്റ് ടോപ്പ്, ഓപ്ഷൻ ബി ലെഫ്റ്റ് ടോപ്പ്, ഓപ്ഷൻ സി റൈറ്റ് ബട്ടൺ, ഓപ്ഷൻ ഡി ലെഫ്റ്റ് ബട്ടൺ. ഏതാണ്? ബൈ ഡിഫോൾട്ട് ഇൻ വിച്ച് കോർണർ ഷോസ് ദ സിസ്റ്റം ടൈം അപ്പിയേഴ്സ് ഇൻ ദ ടാസ്ക് ബാർ? ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. റൈറ്റ് ബട്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ.
മിനിമൈസ്ഡ് ആപ്ലിക്കേഷൻ റിസൈഡ് അറ്റ് ദ ഡാഷ്. മിനിമൈസ്ഡ് ആപ്ലിക്കേഷൻ റിസൈഡ് അറ്റ് ദ ഡാഷ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടാസ്ക് ബാർ, ഓപ്ഷൻ ബി മൈ കമ്പ്യൂട്ടർ, ഓപ്ഷൻ സി മൈ ഡോക്യുമെന്റ്, ഓപ്ഷൻ ഡി റീസെന്റ് ഡോക്യുമെന്റ്സ്. മിനിമൈസ്ഡ് ആപ്ലിക്കേഷൻ റിസൈഡ് അറ്റ് ദ, അതായത് ചെറുതാക്കിയ ആപ്ലിക്കേഷൻ എവിടെ താമസിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? മിനിമൈസ്ഡ് ആപ്ലിക്കേഷൻ റിസൈഡ് അറ്റ് ദ ടാസ്ക് ബാർ. ഓപ്ഷൻ എ ആണ് ആൻസർ, ടാസ്ക് ബാർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ആക്ഷൻ arranges the icon alphabetically? Which action arranges the icon alphabetically? എന്താണ് ആ ചോദ്യത്തിന് അർത്ഥം? ഏത് പ്രവർത്തനമാണ് അക്ഷരമാല ക്രമത്തിൽ ഐക്കൺ ക്രമീകരിക്കുന്നത്? ഓപ്ഷൻ എ സോർട്ട് ബൈ ടൈപ്പ്, ഓപ്ഷൻ ബി സോർട്ട് ബൈ സൈസ്, ഓപ്ഷൻ സി സോർട്ട് ബൈ നെയിം, ഓപ്ഷൻ ഡി സോർട്ട് ബൈ മോഡിഫൈഡ്. ഏതാണ്? വിച്ച് ആക്ഷൻ അറേഞ്ചസ് ദ ഐക്കൺ ആൽഫബറ്റിക്കലി? ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, സോർട്ട് ബൈ നെയിം. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓപ്ഷൻ ക്രിയേറ്റ്സ് ഷോർട്ട് കട്ട് ഓഫ് ആൻ ആപ്ലിക്കേഷൻ? വിച്ച് ഓപ്ഷൻ ക്രിയേറ്റ്സ് ഷോർട്ട് കട്ട് ഓഫ് ആൻ ആപ്ലിക്കേഷൻ? എന്താണ് ആ ചോദ്യത്തിന് അർത്ഥം? ഏത് ഓപ്ഷനാണ് ഒരു ആപ്ലിക്കേഷന്റെ കുറുക്കു വഴി സൃഷ്ടിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സെൻഡ് ടു ബ്ലൂടൂത്ത്, സെൻഡ് ടു ബ്ലൂടൂത്ത്. അടുത്ത ഓപ്ഷൻ ബി സെറ്റ് ടു മെയിൽ റെസിപ്പന്റ്, ഓപ്ഷൻ സി സെൻഡ് ടു മൈ ഡോക്യുമെന്റ്, ഓപ്ഷൻ ഡി സെൻഡ് ടു ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് ഷോർട്ട് കട്ട്. ഏതാണ്? വിച്ച് ഓപ്ഷൻ ക്രിയേറ്റ്സ് ഷോർട്ട് കട്ട് ഓഫ് ആൻ ആപ്ലിക്കേഷൻ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, സെൻഡ് ടു ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് ഷോർട്ട് കട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ടു വ്യൂ ദ ഇൻഫർമേഷൻ അബൌട്ട് ദ സിസ്റ്റം റൈറ്റ് ക്ലിക്ക് ഓൺ ഡാഷ്. ടു വ്യൂ ദ ഇൻഫർമേഷൻ അബൌട്ട് ദ സിസ്റ്റം റൈറ്റ് ക്ലിക്ക് ഓൺ ഡാഷ്. അതായത് ഈ സിസ്റ്റത്തെ കുറിച്ചുള്ള വിവരങ്ങൾ കാണുന്നതിന് ഡാഷിൽ വലത് ക്ലിക്ക് ചെയ്യുക. ഏതിലാണ് വലത് ക്ലിക്ക് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ, ഓപ്ഷൻ ബി മൈ കമ്പ്യൂട്ടർ എക്സ്പ്ലോർ, ഓപ്ഷൻ സി മൈ കമ്പ്യൂട്ടർ റീനെയിം, ഓപ്ഷൻ ഡി മൈ കമ്പ്യൂട്ടർ പ്രോപ്പർട്ടീസ്. ഏതാണ് നിങ്ങൾക്കറിയാമല്ലോ. ടു വ്യൂ ദ ഇൻഫർമേഷൻ അബൌട്ട് ദ സിസ്റ്റം റൈറ്റ് ക്ലിക്ക് ഓൺ. ഏതാണ് ആൻസർ? ഇതിന്റെ അകത്ത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, നിങ്ങളൊന്ന് ആലോചിച്ച്. ഞാൻ ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അകത്ത് ആൻസർ പറയുന്നില്ല. നിങ്ങളൊരു 1 മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏതാ ആൻസർ എന്ന്. തെറ്റിക്കരുത്, ഇത് സാധാരണയായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, മൈ കമ്പ്യൂട്ടർ പ്രോപ്പർട്ടീസ്. മൈ കമ്പ്യൂട്ടർ പ്രോപ്പർട്ടീസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിൻഡോസ് ഫയൽ മാനേജ്മെന്റ് ടൂൾ ഈസ് ഡാഷ്. ഇൻ വിൻഡോസ് ഫയൽ മാനേജ്മെന്റ് ടൂൾ ഈസ് ഡാഷ്. എന്താണ് ആ ചോദ്യത്തിന് അർത്ഥം? വിൻഡോകളിൽ ഫയൽ മാനേജ്മെന്റ് ഉപകരണം ഡാഷ് ആണ്. ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സെർച്ച് ടൂള്, ഓപ്ഷൻ ബി പ്രിവ്യൂ ടൂള്, ഓപ്ഷൻ സി അഡ്മിനിസ്ട്രേറ്റീവ് ടൂള്, ഓപ്ഷൻ ഡി വിൻഡോസ് എക്സ്പ്ലോറർ. ഏതാണ്? ഇൻ വിൻഡോസ് ഫയൽ മാനേജ്മെന്റ് ടൂൾ ഈസ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, വിൻഡോസ് എക്സ്പ്ലോറർ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു ഓപ്പൺ ഫയൽ എക്സ്പ്ലോറർ? വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു ഓപ്പൺ ഫയൽ എക്സ്പ്ലോറർ? എന്താണ് ആ ചോദ്യത്തിന് അർത്ഥം? എന്താണ്? ഫയൽ എക്സ്പ്ലോറർ തുറക്കുന്നതിനുള്ള കുറുക്കു വഴി കീ എന്താണ് എന്നാണ്. ഓപ്ഷൻ എ ഓൾട്ട് പ്ലസ് ഇ, ഓപ്ഷൻ ബി ഷിഫ്റ്റ് പ്ലസ് ഇ, ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് ഇ, ഓപ്ഷൻ ഡി വിൻഡോസ് ബട്ടൺ പ്ലസ് ഇ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, വിൻഡോസ് ബട്ടൺ പ്ലസ് ഇ. അടുത്ത ക്വസ്റ്റ്യൻ.
ഫയൽ എക്സ്പ്ലോറർ വിൻഡോ ഹാസ് ഡാഷ്. ഫയൽ എക്സ്പ്ലോറർ വിൻഡോ ഹാസ് ഡാഷ്. എന്താണ്? ഫയൽ എക്സ്പ്ലോറർ വിൻഡോയില് ഡാഷ് ഉണ്ട്. എന്തുണ്ട്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 pane only. ഓപ്ഷൻ ബി 2 numbers of panes. ഓപ്ഷൻ സി 4 number of panes. ഓപ്ഷൻ ഡി 6 number of panes. എന്താ ഉള്ളത്? ഫയൽ എക്സ്പ്ലോറർ വിൻഡോ ഹാസ് എന്താണുള്ളത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 2 number of panes. അതായത് 2 പാളികളുണ്ട്. ഫയൽ എക്സ്പ്ലോറർ വിൻഡോ ഹാസ് 2 number of panes. ഫയൽ എക്സ്പ്ലോറർ വിൻഡോയില് 2 പാളികൾ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഫയൽ എക്സ്പ്ലോറർ റൈറ്റ് ഹാൻഡ് സൈഡ് പെയിൻ ഷോസ് ഡാഷ്. ഇൻ ഫയൽ എക്സ്പ്ലോറർ റൈറ്റ് ഹാൻഡ് സൈഡ് പെയിൻ ഷോസ് ഡാഷ്. എന്താണ്? ഫയൽ എക്സ്പ്ലോററിൽ ഡാഷ് വലതുവശത്തെ പാളി കാണിക്കുന്നു. ഏതാണ് വലതുവശത്തെ പാളി കാണിക്കുന്നത്? ഓപ്ഷൻ എ ഓൾ ദ ഡോക്യുമെന്റ്. ഓപ്ഷൻ ബി ഓൾ ദ വർക്ക് ബുക്സ്. ഓപ്ഷൻ സി ഓൾ ദ റിമൂവബിൾ ഡ്രൈവ്സ് ഓൺലി. ഓപ്ഷൻ ഡി ഫയൽസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ഡ്രൈവ് ഓർ ഫോൾഡർ കറന്റ്ലി സെലക്റ്റഡ്. ഏതാണ്? ഇൻ ഫയൽ എക്സ്പ്ലോറർ റൈറ്റ് ഹാൻഡ് സൈഡ് പെയിൻ ഷോസ്. അതായത് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഫയൽസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ഡ്രൈവ് ഓർ ഫോൾഡർ കറന്റ്ലി സെലക്റ്റഡ്. എന്താണ്? നിലവിൽ തെരഞ്ഞെടുത്ത ഡ്രൈവ് അല്ലെങ്കിൽ ഫോൾഡറിനുള്ളിലുള്ള ഫയലുകളാണ് കാണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. When we double click a drive and select a folder, the title bar of a Windows Explorer displays dash. When we double click a drive and select a folder, the title bar of a Windows Explorer displays dash. അതായത് ഒരു ഡ്രൈവില് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഒരു ഫോൾഡർ തിരഞ്ഞെടുക്കുമ്പോൾ വിൻഡോസ് എക്സ്പ്ലോറർ പ്രദർശിപ്പിക്കുന്ന ടൈറ്റിൽ ബാർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മൈ കമ്പ്യൂട്ടർ. ഓപ്ഷൻ ബി ദ കമ്പ്യൂട്ടർ നെയിം. ഓപ്ഷൻ സി ദ സെലക്ടഡ് നെയിം ഓഫ് ദ ഡ്രൈവ്. ഓപ്ഷൻ ഡി ദ സെലക്ടഡ് നെയിം ഓഫ് ദ ഫോൾഡർ. ഏതാണ്? വെൻ വി ഡബിൾ ക്ലിക്ക് എ ഡ്രൈവ് ആൻഡ് സെലക്ട് എ ഫോൾഡർ ദ ടൈറ്റിൽ ബാർ ഓഫ് എ വിൻഡോസ് എക്സ്പ്ലോറർ ഡിസ്പ്ലേസ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ദ സെലക്ടഡ് നെയിം ഓഫ് ദ ഡ്രൈവ്. അടുത്ത ക്വസ്റ്റ്യൻ. When we start the Windows Explorer, the title bar of the Windows displays the word. When we start the Windows Explorer, the title bar of the Windows displays the word. എന്താണ് അതിന്റെ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? വിൻഡോസ് എക്സ്പ്ലോറർ ആരംഭിക്കുമ്പോൾ വിൻഡോസിന്റെ ടൈറ്റിൽ ബാർ ഡാഷ് എന്ന പദം പ്രദർശിപ്പിക്കുന്നു. ഏതാണ് പദം പ്രദർശിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ഫയൽ എക്സ്പ്ലോറർ. ഓപ്ഷൻ ബി ഫോൾഡർ എക്സ്പ്ലോറർ. ഓപ്ഷൻ സി ഡ്രൈവ് എക്സ്പ്ലോറർ. ഓപ്ഷൻ ഡി ഫയൽ മാനേജ്മെന്റ് നെക്സ്റ്റ് ടു ദ ഫോൾഡർ. ഏതാണ്? വെൻ വി സ്റ്റാർട്ട് വിൻഡോസ് എക്സ്പ്ലോറർ ദ ടൈറ്റിൽ ബാർ ഓഫ് ദ വിൻഡോസ് ഡിസ്പ്ലേസ് ദ വേർഡ്. ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഫയൽ എക്സ്പ്ലോറർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് യു ക്ലിക്ക് ഡ്രൈവ് ഓർ ഫോൾഡർ the right pane displays a dash. If you click a drive or a folder, the right pane displays dash. എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? നിങ്ങൾ ഡ്രൈവ് അല്ലെങ്കിൽ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വലതുപാളി റൈറ്റ് പെയിൻ വലതുപാളി ഡാഷ് പ്രദർശിപ്പിക്കുന്നു. എന്താണ് പ്രദർശിപ്പിക്കുന്നത്? ഓപ്ഷൻ എ കണ്ടന്റ് ഓഫ് എ ഫയൽ. ഓപ്ഷൻ ബി നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടർ. ഓപ്ഷൻ സി ഡിവൈസസ് ഇൻ ദ കമ്പ്യൂട്ടർ. ഓപ്ഷൻ ഡി കണ്ടന്റ്സ് ഓഫ് ദ ഡ്രൈവ് ഓഫ് ഫോൾഡർ. ഏതാണ്? ഇഫ് യു ക്ലിക്ക് ഡ്രൈവ് ഓർ ഫോൾഡർ ദ റൈറ്റ് പെയിൻ ഡിസ്പ്ലേസ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. കണ്ടന്റ്സ് ഓഫ് ദ ഡ്രൈവ് ഫോൾഡർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.